ഹരേ കൃഷ്ണ. യശോദമ്മയുടെയും നന്ദഗോപരുടെയും സുഹൃതത്തെയും ആ വാത്സല്യ പ്രേമത്തെയും കവികുലങ്ങൾ എത്രയാ പാടിപ്പുകഴ്ത്തിയിരിക്കുന്നത്. പ്രപഞ്ചനാഥനെ മടിയിലിരുത്താൻ ആ പുണ്യവതി എന്ത് തപസ്സാണ് ചെയ്തതെന്ന് പണ്ഡിതന്മാർ ഇന്നും അത്ഭുതം കൂടുന്നു. അമ്പാടിയിലെ മടിത്തട്ടിൽ യശോദമ്മ കണ്ണനെ വാത്സല്യപൂർവ്വം വാരിപ്പുണരുമ്പോൾ മധുരയിലെ കാരുൾ നിറഞ്ഞ കാരാഗ്രഹത്തിൽ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് വിങ്ങുന്ന മറ്റൊരമ്മയുണ്ട്. കൺമുന്നിൽ ജനിച്ചു വീണ 6 ചോരക്കുഞ്ഞുങ്ങളെയും കംസൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന വസുദേവരുടെ നിസ്സഹായമായ വിലാപം. ഒടുവിൽ പിറന്ന പൊന്നുണ്ണിയെ ആ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആ പെറ്റമ്മ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ആഴം, വിരഹവും കാത്തിരിപ്പും ചേർന്ന ജന്മജന്മാന്തരങ്ങളുടെ തപസ്. ഒന്ന് ആലോചിച്ചാൽ ആ വസുദേവരുടെയും ദേവകിയുടെയും ത്യാഗവും തപസ്സും ഹേതുവായല്ലേ ഭഗവാൻ അവതരിച്ചത്. ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കിട്ടിയത്. ആ അമ്മയുടെയും അച്ഛൻ്റെയും പത്മപാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് സ്തുതിക്കാം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ.